ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ എന്ന സ്ഥലത്താണ്. മനോഹരമായിട്ടുള്ളൊരു വീട്, ഒരു മോഡേൺ ഫ്യൂഷൻ സ്റ്റൈൽ എലവേഷനിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീട്. 3.3 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂം വീടാണത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാക്കനാട് തേവയ്ക്കലിലുള്ള വിദ്യോദയ സ്കൂളിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം. ഇൻഫോ പാർക്കിലേക്ക് വരുന്നത് 6 കിലോമീറ്റർ ദൂരമാണ്. നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ആയിരിക്കും ഏകദേശ ദൂരം വരുന്നത്. അപ്പോൾ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോഡേൺ ഫ്യൂഷൻ സ്റ്റൈൽ എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്തൊരു എ ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് പ്രൊഫൈൽ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. താഴെ ബാൽക്കണിയാണ് വരുന്നത്. അവിടെ ഹാൻഡ് റെയിലുകൾ കൊടുത്തിരിക്കുന്നത് സ്റ്റീലിലാണ്. കൂടാതെ നമുക്ക് അവിടെ ടഫ് ആൻഡ് ഗ്ലാസും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഗ്ലാസ് ഇട്ട വിൻഡോ നൽകിയിട്ടുണ്ട്. വുഡൻ ഡിസൈനും അവിടെ വരുന്നുണ്ട്. ഒരു മോഡേൺ ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് വരുന്നത്. വീടിൻ്റെ മുന്നിലായിട്ട് വരുന്നത് ഈ കാണുന്ന 4 മീറ്റർ വിഡ്ത്തുള്ള ടാർ റോഡാണ്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മതിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മതിൽ നൽകിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനിലാണ്. വെർട്ടിക്കൽ ഡിസൈനിൽ സ്ക്വയർ ട്യൂബിൻ്റെ വെർട്ടിക്കൽ ഡിസൈൻ ഇവിടെ നൽകിയിരിക്കുന്നു. സിമ്പിളായിട്ടുള്ള മതിലാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്ലൈഡിങ് ഗേറ്റാണ്. ആ വെർട്ടിക്കൽ ഡിസൈനിലുള്ള ആ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനിൽ തന്നെയാണ് ഈ ഗേറ്റും നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്യാവുന്ന ഗേറ്റും ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. പേവിങ് ടൈൽസാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഗ്രേയും ബ്ലാക്കും കലർന്ന ഒരു കളർ ഡിസൈനാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കാർ പോർച്ച് നമുക്ക് എക്സ്ട്രാ ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ല മനോഹരമായിട്ട് തന്നെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വീടിന് പുറത്തുള്ള കാര്യങ്ങൾ. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ആ ലെതർ ഫിനിഷ് വരുന്ന ഫുൾ ബോഡി ടൈലാണ് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ടൈല് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ മെയിൻ ഡോറാണ് വരുന്നത്. വലിയ ഹെവി ആയിട്ടുള്ള മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത്. കട്ടളകളെല്ലാം ആ സ്റ്റീലിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. ഹവായി എന്ന കമ്പനിയുടേതാണ് ഈ മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമുക്ക് ലിവിങ് സ്പേസിലേക്ക് പ്രവേശിക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന ലിവിങ് സ്പേസിലേക്കാണ്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത നാച്ചുറൽ ലൈറ്റിനും വെൻറ്റിലേഷനും വളരെയധികം പ്രാധാന്യം നൽകിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല ഗ്ലാസ് ഇട്ടാണ്, ടഫ് ആൻഡ് ഗ്ലാസ്സാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് 2 ജനലുകളാണ് ഇവിടെ വരുന്നത്. ഇത് തുറക്കാൻ പറ്റുന്നതാണ്. ഇത് ഫിക്സഡ് ആണ്. പക്ഷേ ഇത് ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. സേഫ്റ്റി വൈസ് നോക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സ്ലൈഡിങ് ഡോറാണ്. ഇത് UPVC വിൻഡോസാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കാറ്റ്, നല്ല കാറ്റ് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിന് സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോർട്ട്യാർഡ് സ്പേസാണ്. ഇവിടെയും ഒരു കോർട്ട്യാർഡ് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അവിടെ കലാത്തിയ പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഭിത്തിയിൽ ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. കജാരിയുടെ വലിയ 4x2 വെട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ TV യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. PVC ലാമിനേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് നമ്മളുടെ മറൈൻ പ്ലൈവുഡിൽ PVC ലാമിനേഷൻ നൽകിയിരിക്കുകയാണ്. ഇവിടെയും നല്ല മനോഹരമായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനുള്ള ലാമിനേഷൻ ഷീറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ട് പ്രൊഫൈൽ ലൈറ്റുകൾ ആ സീലിങ്ങിലേക്ക് വരത്തക്ക രീതിയിൽ ചെയ്തിട്ടുണ്ട്. സീലിംഗ് നൽകിയിട്ടുണ്ട്. പ്ലെയിൻ സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. മിൽക്കി വൈറ്റ് LED ലൈറ്റുകൾ 2 വശത്തുമായിട്ട് നൽകിയിരിക്കുന്നു. ലിവിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് സ്പേസ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല വലിപ്പം ഡൈനിങ് സ്പേസിനും ഇവിടെ ഉണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ സ്ക്വയർ ട്യൂബിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് താഴെയായിട്ടാണ് നമുക്ക് വാഷ് കൗണ്ടർ വരുന്നത്. വലിയൊരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് ആ ലെതർ ഫിനിഷ് വന്ന ആ ടേബിൾ ടോപ്പ് ഫുൾ ബോഡി ടൈൽ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഒരു ഓവൽ ഷേപ്പുള്ള വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഒരു പില്ലർ ടാപ്പും ഇവിടെ നൽകിയിരിക്കുന്നു. വാനിറ്റി കൗണ്ടറും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് ഡബിൾ ഹൈറ്റിലാണ്. നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഭിത്തിയിൽ വലിയ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. നമുക്ക് UPVC വിൻഡോസാണ് നൽകിയിരിക്കുന്നത്. തുറക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ഷാൻഡിയറും ഇവിടെ നൽകിയിട്ടുണ്ട്.
ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള വലിയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പ് ഫുൾ ബോഡി ടൈലാണ് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഫുൾ ബോഡി ടൈല് നൽകിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നൽകിയിരിക്കുന്നത് വാൾ ടൈലാണ്. അത് ഭംഗിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. രണ്ട് വശത്തും ജനലുകൾ വരുന്നുണ്ട്. കിച്ചൺ വിൻഡോസ് നൽകിയിരിക്കുന്നു. ഇവിടെ ഹുഡും ഹോബും നൽകിയിട്ടുണ്ട്. പ്യുവർ ഫ്ലെയിംസ് എന്ന കമ്പനിയുടേതാണ് ഇത് രണ്ടും നൽകിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെയാണ് ആ ഏരിയയിൽ നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട്. മുകളിൽ വുഡൻ ഫിനിഷിലാണ് കബോർഡുകൾ വരുന്നത്. താഴെ PVC ലാമിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെയും കബോർഡുകൾ വരുന്നുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ്, ബ്ലാക്ക് കളറിലുള്ള പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ DB വന്ന ഏരിയയാണ്. DB ഏരിയയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ വർക്ക് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. കിച്ചന് പുറമേ ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. നല്ല ഗ്രിപ്പുള്ള ഗ്രേ കളർ ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ടേബിൾ ടോപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്കും ഇവിടെ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് മറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഏരിയ, മുറ്റത്തിൻ്റെ ഒരു ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ മെറ്റലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയ ചെടികളെല്ലാം വെച്ച് ഭംഗിയാക്കി. ഈ വീടിന് 3 ബെഡ്റൂമുകളാണുള്ളത്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. നമ്മൾ ആ ബെഡ്റൂമിലേക്കാണ് ഇനി പോകുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ നോക്കിയാൽ അറിയാം, ഇത് മഹാഗണി വുഡിലാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ വർക്ക് ഈ ഡോറിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണ് ഈ ബെഡ്റൂം. നേരത്തെ പറഞ്ഞതുപോലെ വെന്റിലേഷനും നല്ല നാച്ചുറൽ ലൈറ്റിനും വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ലൈറ്റുകൾ ഇവിടെ കുറവാണ്, പക്ഷേ വീടിൻ്റെ അകത്ത് നല്ല പ്രകാശമാണ്. കാരണം ഈ ജനൽ, ഈ ഡോർ ഉണ്ടല്ലോ, ഇത് സ്ലൈഡിങ് ഡോറാണ്, UPVC വിൻഡോയാണ്. ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ കോർട്ട്യാർഡ് സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ സേഫ്റ്റിയുടെ കാര്യം വരുമ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് നല്ല ഫുള്ളായിട്ട് മറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് വരുന്നത്, ഇത് ടഫൻഡ് ഗ്ലാസ് ആണ്, അതിന് സേഫ്റ്റി ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ മറച്ചിരിക്കുന്നതുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും വരാൻ സാധിക്കില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. ഒരു മിററും ഒരു മിറർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഡ്രസ്സിങ് ടേബിളാണത്. ഇവിടെ വരുമ്പോൾ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്ന ആ ട്രീറ്റഡ് വുഡിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് ഈ വാർഡ്രോബിനും വരുന്നത്. ഇവിടെ വലിയൊരു 4 പാളി ജനലും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ നമ്മൾ കണ്ട സ്പേസാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ബാത്റൂം. FRP ഡോറാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. കയറുന്ന് വരുമ്പോൾ ആദ്യം തന്നെ വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഇവിടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വാൾ ഹാങ്ങിങ് ക്ലോസറ്റും വരുന്നുണ്ട്. ഈ അവസാന ഭാഗത്തായിട്ടാണ് ഷവർ നൽകിയിരിക്കുന്നത്. ഒരു ഗ്രേ കളർ ടോണിൽ വരുന്ന വാൾ ടൈലുകളാണ്, ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ട്രീറ്റഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിലാണ് ഇതിൻ്റെ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിലും ആ ട്രീറ്റഡ് വുഡിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 വലിയ ജനലുകൾ നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് തുറക്കാവുന്നതാണ്. UPVC വിൻഡോസാണ്. അതിൽ നിന്നും നല്ല ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് നാച്ചുറൽ ലൈറ്റ് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനൊരു സ്പേസ് അവൈലബിൾ ആയിട്ട് നമുക്കിവിടെ ഇരിക്കാവുന്ന സ്പേസാണ്. ഇവിടെ നമുക്കൊരു ചെറിയ പഴയ കിഴിവാതിൽ പോലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഇത് തുറന്ന് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് നല്ല കാറ്റ് വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. ഇവിടെ നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ്. ഇത് തുറന്നാൽ നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ പോകാനുള്ള സ്പേസും കൂടിയാണ് ലഭ്യമാകുക. അതുപോലെ തന്നെ ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇരിക്കാവുന്ന ഒരു സ്പേസാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പ്ലാന്റർ ബോക്സും നൽകിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് സ്റ്റെപ്പ് കയറി അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഒരുപാട് വലിയ സ്പേസ് ഉള്ള ഈ അപ്പർ ലിവിങ് ഏരിയ. അപ്പർ ലിവിങ് ഏരിയക്ക് പകരമായിട്ട് നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്കൊരു ഷാൻലിയർ ഒരുക്കിയിട്ടുണ്ട്. മുകളിൽ 2 ബെഡ്റൂമുകളുണ്ട്. ആദ്യം നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത്. ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഗ്ലാസ് വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് നല്ലൊരു വെളിച്ചം ഈ വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ തുറക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെ കാണാം. നമുക്ക് ഒരുപാട് സ്പേസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ ഒരു മിറർ നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് അത് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബാത്റൂമാണ്. ബാത്റൂമും നല്ല എലഗൻ്റായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ കാണാം. ഈ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റും അതിൻ്റെ ഫ്ലഷ് ടാങ്കും ഒക്കെ വരുന്നത്. ഈ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂം തന്നെയാണ് ഉള്ളത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഈ ഡോറ് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്നതാണ്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ബ്ലാക്ക് കളറിലുള്ള ഹാൻഡ് റെയിലുകളാണ് നൽകിയിരിക്കുന്നത്. സ്റ്റീൽ തന്നെയാണ്. ഇവിടെ അതിൻ്റെ ഗ്ലാസും ടഫൻഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നൽകിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം. സെയിം ടൈപ്പ് ഡോറ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് തന്നെ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് തന്നെയാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ഒരേപോലെ ഇവിടെ 3 പാളി വാർഡ്രോബ് നൽകിയിട്ടുണ്ട് എന്ന് മാത്രം. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അവിടെ ഗ്ലാസും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തൊരു ജനലും വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെയുള്ള ബാത്റൂമാണ്. ഇവിടെ വാൾ ഹാങ് ക്ലോസറ്റ് വരുന്നുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഇവിടെ ഷവർ വരുന്നത്. വാഷ് ബേസിൻ കയറി വരുമ്പോഴും ചെയ്തിട്ടുണ്ട്. ഈ ഡോറ് തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഒരുപാട് വലിയ സ്പേസ് അല്ല, എങ്കിൽ പോലും നല്ല ഗ്രിപ്പുള്ള ടൈലുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്ന യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ടെറസിലേക്ക് പോകാനായിട്ട് നമുക്ക് ഈ ഗോവണി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടുന്ന് ഇങ്ങനെ ഈ കോവണി കയറിയ മുകളിലെ ടെറസിലേക്കും എത്താവും. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാറി തേവയ്ക്കലിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 3.3 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 92 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനും വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.